ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണ ലവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ ഷോർട്ട് വീഡിയോസാണ് കാണിക്കുന്നത്. ആദ്യത്തേത് ശ്രീരാമനവമിക്ക് ഞാൻ നമ്മുടെ പാലക്കാട് കോട്ട അമ്പലത്തിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പോർഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ദാ ശ്രീരാമനും ഹനുമാനുമുള്ള നമ്മുടെ പാലക്കാട് കോട്ട നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൂമാലകളും തോരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു, കണ്ണിന് കാഴ്ചയാവുന്ന നല്ല അസലായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഹനുമാനാണ്. ഇതാ കാണുന്ന അവിടെയാണ് നമുക്ക് താണിട്ട് വേണ്ടോ ഹനുമാൻ്റെ പ്രതിഷ്ഠ കാണാനായിട്ട്. അവിടെ തൊഴുതു. ഇതാ അവിടെ തോരണങ്ങളൊക്കെ തൂക്കിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഫുള്ളും കരിങ്കല്ല് കൊണ്ട് തീർത്തിട്ടുള്ള നല്ല വലിയൊരു കോട്ടവാതിലൊക്കെ ഉണ്ട്. കോട്ടവാതിൽ പണ്ടത്തെ ടിപ്പു ഒക്കെ യുദ്ധത്തിനൊക്കെ വന്ന സമയത്ത് ഉണ്ടാക്കിയ കോട്ടയാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ടിപ്പുവിൻ്റെ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അതിൻ്റെ കവാടങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പഴയ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ കോട്ടയുടെ ഉള്ളിൽ തന്നെ ടൂറിസ്റ്റുകാർക്ക് കാണാനായിട്ടുള്ള ഗാർഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിന് മുൻപായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീരാമനവമിക്ക് വ്യാഴാഴ്ച ദിവസമായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ ലക്ഷാർച്ചനയുടെ പ്രസാദമൊക്കെ കൊടുക്കണ്ടായിരുന്നു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് ലക്ഷാർച്ചനയുടെ പ്രസാദമൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ കോട്ടയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചുറ്റും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ തന്നെ പോകുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പൂള് പോലെ കാണാൻ പറ്റും. അവിടുത്തെ പ്രത്യേകത അവിടെ ആമകളും വലിയ വലിയ മീനുകളുമാണ് ഉള്ളത് കേട്ടോ. ഭഗവാന്റെ ഇഷ്ടതോഴന്മാരായിട്ടുള്ള ആമയും മീനും ഒക്കെയാണ് ഈ എന്താ പറയുക പോണ്ടിലുള്ളത്. ആളുകൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ കാണാനായിട്ട് നിൽക്കാറുണ്ട്. ഇത് ഫുള്ള് ഈ കോട്ട ഫുള്ളും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നടക്കണമെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. നിറയെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടും തൊഴാനായിട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിറയെ മരത്തണലുകളും ഉള്ളതുകൊണ്ട് തന്നെ കാം പ്ലേസാണ്. നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ്. അതുകൊണ്ട് ഇവിടെ ഒരു കുതിര വണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനത് പ്രത്യേകിച്ച് വീഡിയോയിൽ എടുക്കുന്നത്. കുതിര വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ എനിക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പോകുന്നത് ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഈ ശ്രീരാമനവമി ആയിട്ട് ഇവിടെ നിന്ന് ഭക്ഷണമുണ്ട് കേട്ടോ. മഹാ അന്നദാനമുണ്ട്. അതും കൂടി കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് ഞാനിങ്ങനെ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അവിടെയുള്ള ക്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നല്ല ക്യൂ ആയിരുന്നു. പക്ഷേ ഞാൻ ആ ക്യൂവിലൊന്നും കൊണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ ലൈവ് ആരൊക്കെ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ ക്യൂ എനിക്ക് ലൈവ് ഇട്ടതുകൊണ്ട് എനിക്ക് ക്യൂ നീങ്ങുന്നത് അറിഞ്ഞില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഞാനിങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടായിരുന്നു ആ ക്യൂ മുഴുവൻ നിന്നത്. അപ്പോൾ അങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ട മുഷ്ടിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയ പോലെ തോന്നി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാൻ അതാ ക്യൂവിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ക്യൂവിലേക്ക് പോവുകയാണ്. കണ്ടോ, ഇത്രയും ജനങ്ങളാണ് നിൽക്കുന്നത്. ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ അവിടേക്ക് ഞാൻ എത്തി ഫുഡ് കഴിച്ചു നിൽക്കുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. എനിക്ക് അധികം ബുദ്ധിമുട്ടൊക്കെ അറിയുന്നില്ല. നല്ല വെയിലുണ്ടെന്ന്. പക്ഷേ ഇവിടെ നല്ല മരത്തണലുള്ളതുകൊണ്ട് വെയിലൊന്നും നമുക്ക് അങ്ങനെ അടിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊക്കെ ക്യൂവിൽ നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യൂ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നല്ല ബെസ്റ്റ് ക്യൂ അല്ല. അത് കഴിഞ്ഞിട്ട് ക്യൂവിൽ നിന്ന് ഞങ്ങൾ പ്രസാദം ഇട്ട് കഴിച്ച മസാല സ്ഥലത്ത് സാമ്പാർ ഉപ്പേരി എല്ലാം ഉള്ള പപ്പടമൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ കേട്ടോ കിട്ടിയത്. നല്ല ഇടിച്ച് പിഴിഞ്ഞ് പായസം നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രീരാമനവമിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് അന്നത്തെ ദിവസം വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പോർഷൻ. അടുത്തത് ഞാൻ കുറച്ചുകൂടി നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ് ക്ലിപ്പിങ്സാണ്.
അത് ഇതിൽ ഡിലീറ്റായി പോയിട്ടുണ്ട്, അറിഞ്ഞില്ല ഗൈസ്. അത് വീണ്ടും വരാൻ കാരണം സാരമില്ല, അതോടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയാണിതാ ഞാനിങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോർഷൻ ഉണ്ട്. എനിക്ക് നല്ല വയ്യായി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ലൈവ് ഇടുന്ന സമയത്തൊക്കെ ഒരുപാട് ക്ഷീണമായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നത്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വന്നാട്ടോ ഗൈസ്. മരുന്നൊക്കെ ഒരുപാട് എഴുതി തന്നു, ടെസ്റ്റിനും തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അവിടെ പോയി ഓർത്തോൻ്റെ ഡോക്ടറെ കൂടി കാണിക്കണമായിരുന്നു. ജനറൽ ഡോക്ടറെ കാണിച്ച ശേഷം ഓർത്തോൻ്റെ ഡോക്ടറെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതാണ്ടോ, ഇതാണ് എനിക്കുള്ള സ്ലിപ്പുകൾ. ഞാൻ അവിടെ നിന്ന് എനിക്ക് ECG ടെസ്റ്റ്, എക്സ്റേ ഒക്കെ എടുക്കാണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി. കാരണം നമുക്ക് ഒരുപാട് ക്യാഷൊന്നും കൊടുത്തിട്ട് നോക്കാൻ പറ്റത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞാൽ തേർഡ് പോർഷൻ വരുന്നത്. അങ്ങനെ ഡോക്ടറൊക്കെ പോയിട്ട് പിന്നെ മരുന്നൊക്കെ കഴിച്ചു കൊടുത്തത്. തേർഡ് പോർഷനാണ് നമ്മുടെ സ്വന്തം മോദിജി ഇന്ന് നടന്നത്. അതായത് സ്വന്തം മോദിജി നമ്മുടെ പാലക്കാട് വന്നിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ഇട്ടത് പോലീസ് ചേട്ടന്മാർക്കൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഓക്കെ എന്ന് പറയാം കേട്ടോ. നല്ല അസലിക്ക് ഞങ്ങളെ ആദ്യം കടത്തി വിട്ടില്ല. ഞാൻ ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ, എപ്പോഴാണ് കടത്തി വിടാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നല്ല കൂളായിട്ട് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ഗൈസ്. പിന്നെ പോലീസുകാരൊക്കെ അതേ കോമഡി ആയിരുന്നു, ആളുകൾ വെറുതെ ജയ് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രസമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറി, ഫുള്ള് ചേട്ടന്മാരായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകേണ്ട വെച്ചിട്ട് ഞാനൊരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്ന്. എല്ലാവരും നല്ല മാനോടെ പ്രവർത്തിച്ചു. കാരണം മീഡിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എല്ലാവർക്കും പേടി ഉണ്ടാവുന്നുണ്ട് തോന്നും. ആരും നമ്മൾക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഗൈസ്. ഞാൻ അങ്ങനെ അവരുടെ കൂടെ ഉള്ളിലേക്ക് വന്നു. അതാ നിറയെ പോലീസുകാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് ഇനി അടുത്തത് ഫുള്ള് മോദിജിയുടെ കാര്യങ്ങളാണ് കേട്ടോ. കുറേ ആളുകൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, അറിയുന്നവരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ കണ്ടിട്ടുണ്ടല്ലോ പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന ആളാണെന്ന്, പിന്നെ യൂട്യൂബിൽ വ്ളോഗ് എടുക്കുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പരിഗണനയൊക്കെ കിട്ടിയിട്ടോ ഗൈസ്. അതുകൊണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ എപ്പോഴും അതിൻ്റെ ഒരു മെമ്പർ വന്നിട്ട് എന്നെ കുറച്ച് അകത്തേക്ക് കടത്തിവിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മരമാക്കരുത്, മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഹായ് വിട്ട് ഹായ് പറഞ്ഞതാണ്. അതിൻ്റെ കൂടുതൽ ആൾക്കാരെ കൂടി പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി പിടിച്ച് കയറാൻ പറ്റുന്നവരൊക്കെ മാക്സിമം മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. ഈ പുറത്ത് എൻ്റെ മോദിജിയെ കാണാനും മോദിജിയുടെ സംസാരം കേൾക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. ഇതിങ്ങനെ ഈ ഫ്രണ്ടിലുള്ള തിരക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറഞ്ഞു, കാരണം കണ്ടവരൊക്കെ ഒന്ന് ബാക്കിലേക്ക് വരും. അപ്പോഴാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ ഉള്ളിലേക്ക് പോകുന്നതായിരുന്നു കേട്ടോ. ഞാനവിടെ നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഗൈസ്. നമുക്ക് പിന്നെ വീഡിയോ ഇല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. സെൽഫി ഗേൾ എന്നുള്ള പേര് വരുമെന്നാണ് എനിക്ക് സംശയം. ഒരു ചേച്ചി മോനെയൊക്കെ എടുത്ത് തോളിൽ വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടോ, എനിക്കൊരു ചേട്ടൻ്റെ സഹായം കൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഞാൻ എന്താ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഞാൻ ലൈവ് എടുത്തു. അതിന് മുമ്പായിട്ട് വീഡിയോ എടുത്തു. അതാ മോദിജി എത്താണത്തോ സ്റ്റേജിൽ നമ്മൾ നോക്കി നോക്കൂ. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും വീഡിയോയുടെ പാക്ക് ഉണ്ടാവുക. എനിക്ക് മോദിജി അടുത്തുനിന്ന് എടുക്കാൻ കിട്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ നിന്നിട്ട് മോദിജിയുടെ സ്ക്രീനിൽ വരുന്നത് എടുത്തിട്ടുണ്ടാകും. മോദിജിയുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാകും. അത് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഞാൻ അതിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മോദിജിനെ കണ്ട് എല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. കുറേ പേര് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങനെ 2 പേര് പോന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ കേട്ടോ പറയിപ്പിച്ചു പാവം. അങ്ങനെ ഞാൻ കഴിഞ്ഞു നമ്മുടെ കത്തിക്കൽ കൊണ്ട് പോകാൻ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാനൊരു ബിരിയാണി വെച്ച് കഴിച്ചിട്ടുണ്ട്. വീട്ടിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് നാളൊന്ന് കഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിനൊക്കെ പോയതുകൊണ്ട് ഇത്ര ഉഷാറുണ്ടെന്ന് അതിനകത്തുള്ളൊന്ന് പോയി കാണും. അത് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞിട്ട് കുറേ സുന്ദരിമാർ വൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ വീഡിയോ എടുത്തു. നല്ല ഭംഗിയുള്ള കുട്ടികൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ചായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.